ഹായ് ഞാൻ ജീന, വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. പണ്ട് കാലത്ത് 10 മണി ചെടി ആരും തിരിഞ്ഞു നോക്കാത്തൊരു ചെടിയായിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് അതൊക്കെ മാറി 10 മണി എല്ലാവരും കളക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ 10 മണിയുടെ പല വെറൈറ്റിയിൽ നിന്ന് പലരുടെ കയ്യിലുണ്ട്, പലരും ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്നവർക്കും 10 മണി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. 1 അല്ലെങ്കിൽ 2 കളർ എൻ്റെ വീട്ടിലുള്ളൂ എന്നോർത്ത് ആരും സങ്കടപ്പെടേണ്ട. 3ാമതൊരു കളർ വേണം, അല്ലെങ്കിൽ 4ാമതൊരു കളർ വേണം, അല്ലെങ്കിൽ പല കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള 2 കളർ 10 മണി എടുക്കുക. ആ 2 കളറിനുള്ളിൽ ആ പൂമ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രാൻസ്ഫോം ചെയ്യുക. അതായത് ഇപ്പം അടുത്തടുത്തിരിക്കുന്ന 2 പൂക്കളാണെങ്കിൽ ആ 2 പൂക്കൾ ഇതുപോലെ തമ്മിൽ മുട്ടിച്ചു കൊടുക്കുക. അപ്പം ഒരു പൂവിൻ്റെ പൂമ്പൊടി മറ്റിടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ആ പൂക്കളിലെ വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. വിത്ത് എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കാം. മേളിൽ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താലും കാണാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വിത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ വിത്തിൽ നിന്ന് നമുക്ക് പുതിയ കളർ 10 മണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ആ പരാഗണം നടന്ന ആ ഒരു വിത്തിലുണ്ടാവുക വേറൊരു കളറ് പൂവായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾ 2 സൈഡിലിരിക്കുന്ന പൂക്കളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് ചെയ്താൽ മതി. കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബഡ്സോ ഇയർ ബഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ട് നമ്മളെ ഒരു സ്ഥലത്തിലെ പൂമ്പൊടി എടുത്ത് മറ്റൊരു പൂവിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ചു കൊടുക്കുക. അപ്പം അവിടെ ഇങ്ങനത്തെ പരാഗണം നടക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ മറക്കാതിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ വീണ് ഒന്നെങ്കിൽ നശിച്ചു പോകാനും അല്ലെങ്കിൽ വേറെ പൂക്കൾ ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ വിത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇങ്ങനെ വിത്ത് കളക്ട് ചെയ്ത് നമുക്ക് വേറെ കളറ് 10 മണി ചെടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ചിലർ പറയാറുണ്ട് എൻ്റെ വീട്ടിൽ 1-2 കളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ തന്നെ 3-4 കളറൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ആ കളേഴ്സൊക്കെ ഉണ്ടായെന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ 10 മണി ഇഷ്ടപ്പെടുന്നവർക്കും 10 മണിയുടെ ഒരുപാട് വെറൈറ്റി കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരിക്കും. ടേക്ക് കെയർ, ബൈ.